الحمد لله الملك القدوس السلام الرحيم الرحمن الكريم ذي الجلال والإكرام أكرمنا بدين الإسلام وجعل من شعائره العظام الصيام وأشهد أن لا إله إلا الله وحده لا شريك له لا معبود بحق إلا إياه على الدوام وأشهد أن محمدًا عبده ورسوله المبعوث الإمام من جعله قدوة وأطاعه دخل الجنة دار السلام صلى الله عليه وسلم أزكى صلاة وأتم سلام ورضي الله عن آله الأطهار الأعلام وصحابته الخيار الكرام أما بعد സ്നേഹാദരനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ, അള്ളാഹുവിന് കീഴൊതുങ്ങിയ ആളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തഖ്വ പാലിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ആ ഒരു കർമ്മം കൊണ്ട് മാത്രമാണ് ഈ ലോകത്തും മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തും യഥാർത്ഥ രക്ഷയും സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ഖുതുബയുടെയും തുടക്കത്തിൽ നമ്മൾ കേൾക്കാറുള്ളത് പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കേൾപ്പിക്കാറുള്ളത് പോലെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലൂ ഖൗലൻ സദീദ, നിങ്ങൾ നല്ല സംസാരം സംസാരിക്കുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ, അല്ലാഹുവിനെയും റസൂലിനെയും ആരനുസരിച്ചോ അവൻ യഥാർത്ഥ വിജയം വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത്, തഖ്വ പാലിച്ചുള്ള ജീവിതം. ഈ ജീവിതം നാളെ പരലോകത്തിനു വേണ്ടി അമല് ചെയ്യാനുള്ളതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, ഓരോ ശരീരവും നോക്കിക്കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത്, എന്താണ് പ്രയത്നിച്ചു വെച്ചത് എന്ന് ഓരോ നഫ്സും ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ അമലുകൾ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സഹോദരന്മാരെ, തീർച്ചയായും ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ദുനിയാവ് നാളെ പരലോകത്തേക്ക് വേണ്ടി അതിനുള്ള കൃഷിയിടമാക്കി മാറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനവും ആ രൂപത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ട് നാളെ പരലോകത്തേക്ക് വേണ്ടി പണിയെടുത്തവനാണ് ബുദ്ധിയുള്ളവൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളെ പരലോകത്തേക്ക് വേണ്ടി യഥാർത്ഥ രൂപത്തിൽ പണിയെടുത്തവനാണ് ബുദ്ധിയുള്ളവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വൽ ആജിസു, എന്നാൽ അശക്തൻ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹ,
സ്വന്തം നഫ്സിന്റെ ഇച്ഛകൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞവനാണ് ബുദ്ധിയില്ലാത്തവൻ, വിഡ്ഢി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തി. സഹോദരന്മാരെ, റമദാൻ വന്നു. റമദാൻ ഇതാ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഈദ് വന്നു, ഈദും കഴിഞ്ഞു. സഹോദരന്മാരെ, ഇതുപോലെയാണ് ദുനിയാവ്. എല്ലാം അവസാനിക്കും. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവസാനിക്കും. ബാക്കിയാകുന്നത് വൽബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വഖൈറുൻ അമല. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, അതാണ് നിങ്ങൾക്ക് പ്രതിഫലമായി കൊണ്ട് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുക. വഖൈറുൻ അമല, നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ ഏറ്റവും നല്ലത് അതായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തി. സഹോദരന്മാരെ, ഈ ഒരു മാസം, റമദാൻ മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ആ റമദാൻ മാസത്തെ, കേവലം ആ ഒരു മാസത്തെ മാത്രമാണോ നമ്മൾ പരിശുദ്ധപ്പെടുത്തിയത്? അല്ല, അള്ളാഹുവിനെയാണോ, ആ റമദാൻ മാസത്തെ പരിശുദ്ധമാക്കിയ അള്ളാഹുവിനെയാണോ നമ്മൾ പരിശുദ്ധപ്പെടുത്തിയത്, മഹത്വപ്പെടുത്തിയത് എന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇനിയുള്ള നമ്മുടെ ജീവിതങ്ങൾ. ആ റമദാൻ മാസത്തെ മാത്രമാണ് നമ്മൾ വലുതായി കണ്ടത് എങ്കിൽ, ആ മാസത്തിൽ എല്ലാവരും നോമ്പ് നോൽക്കുന്നതുകൊണ്ട്, എല്ലാവരും നമസ്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ റമദാൻ മാസത്തിൽ നമസ്കരിച്ചത്, നോമ്പ് നോറ്റതുമെങ്കിൽ സഹോദരന്മാരെ, ആ മാസം ഇതാ കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇനി അള്ളാഹുവിനെയാണ് മഹത്വപ്പെടുത്തിയതെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് അമലുകൾ ചെയ്തതെങ്കിൽ, അള്ളാഹു ഒരിക്കലും മരിക്കുന്നില്ല, അള്ളാഹു ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ മരണം വരെ നമുക്ക് അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, റമദാനിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന കർമ്മങ്ങൾ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിന് ശേഷവും നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ, അതിനുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫ, തീർച്ചയായും സ്വർഗ്ഗത്തിൽ കുറച്ച് വീടുകളുണ്ട്, കുറച്ച് റൂമുകളുണ്ട്. ആ റൂമിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണും, പുറത്ത് നിന്ന് ആ വീട്ടുകാർ ഉള്ളിലേക്ക് നോക്കിയാൽ അവർക്ക് ആ വീടിന്റെ ഉള്ളും കാണാം. അത്രയും മനോഹരമായ പളുങ്ക് പോലെയുള്ള ആ വീടിന്റെ ആർക്കാണ് എന്ന് അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവനാകുന്നു. ഭക്ഷണം മറ്റുള്ളവർക്ക്, അഗതികൾക്ക്, ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തവനാകുന്നു. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവർക്കുള്ളതാകുന്നു ആ വീടുകളെന്ന്, ആ റൂമുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞു, ലിമൻ അതാബൽ കലാമ വ അത്അമ അത്അമ വ അദാമ സിയാം. ആ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി പറഞ്ഞു, വ അദാമ സിയാം, നോമ്പ് അത് തുടർത്തിയവർക്കാണ്, നോമ്പ് സ്ഥിരമായി കൊണ്ട് നോറ്റവർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, ഇതുപോലെ നോമ്പ് റമദാനിൽ നമ്മൾ ജനങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഭക്ഷിപ്പിക്കൽ അത് റമദാനിന് മാത്രം ബാധകമല്ല. റമദാനിൽ നമ്മുടെ സംസാരങ്ങൾ നന്നാക്കിയത് അത് റമദാനിന് മാത്രം ബാധകമല്ല. നോമ്പ് നോറ്റത് അതും റമദാനിന് മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മുടെ സംസാരം റമദാനിന് ശേഷവും നന്നാകേണ്ടതുണ്ട്, ഏറ്റവും നല്ല രൂപത്തിലാകേണ്ടതുണ്ട്. സഹോദരൻ, നിന്റെ മൂത്ത ആളോട് നീ സംസാരിക്കേണ്ടത് നിന്റെ അനിയനോട് സംസാരിക്കുന്നത് പോലെയല്ല. നിന്റെ ഉപ്പയോട് നീ സംസാരിക്കേണ്ടത് നിന്റെ മകനോട് സംസാരിക്കുന്നത് പോലെയല്ല. നിന്റെ ടീച്ചറോട്, നിന്റെ ഗുരുനാഥനോട് നീ സംസാരിക്കേണ്ടത് നിന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെയല്ല. അതുപോലെ നമ്മുടെ പരസ്പരമുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം സംസാരിക്കാനും നല്ല വാക്കുകൾ പറയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല സംസാരം സംസാരിക്കണം. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു നിങ്ങളുടെ അമലുകൾ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. മറ്റൊരു സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം, നല്ല സംസാരം സംസാരിക്കണം. അങ്ങനെ നല്ല സംസാരം സംസാരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവർക്ക് റൂമുകളുണ്ട്. ആ റൂമിന്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അതുപോലെ മറ്റൊരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്?
ഭക്ഷണം കഴിപ്പിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തി, എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം പോലും, അതുപോലും നമുക്ക് നാളെ പരലോകത്ത് കൂലിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തതെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തത് ആ രൂപത്തിലാണെങ്കിൽ അതുപോലും നാളെ പരലോകത്ത് കൂലിയായിക്കൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള പാവപ്പെട്ടവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ ഇനിയും സാധിക്കേണ്ടതുണ്ട്. സ്വതക്കകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അത് ഭക്ഷണം കഴിപ്പിക്കലാകുന്നു. മൂന്നാമതായിട്ട് ഈ റൂമുകളുള്ള വ്യക്തിയുടെ പ്രത്യേകത ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചു. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നമസ്കരിച്ച ആ വ്യക്തിക്കാണ്. സഹോദരന്മാരെ, നമ്മൾ ഇത്രയും ദിവസം രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചു, ഇനി അങ്ങോട്ട് അത് ഒഴിവാക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള അമലുകൾ എത്രത്തോളം നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്തത് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുന്നുണ്ടായി, യാ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തകുൻ മിത്ല ഫുലാനിൻ കാന യഖൂമു മിനൽ ലൈൽ, നീ ഒരു വ്യക്തിയെ പോലെ ആകരുത്. കാന യഖൂമു മിനൽ ലൈൽ, ആ വ്യക്തി രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു. ഫതറക ഖിയാമൽ ലൈൽ, എന്നിട്ട് അവൻ അത് ഒഴിവാക്കി. ആ വ്യക്തിയെ പോലെ നീ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ച ഉപദേശം നമുക്കൊക്കെ ബാധകമാണെന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് രാത്രി നമസ്കരിക്കുന്നത് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു മുഅ്മിനിന്റെ ശറഫ് അവന്റെ രാത്രി നമസ്കാരത്തിലാണ്. രാത്രി നമസ്കരിക്കുന്നവന്റെ അവനാണ് യഥാർത്ഥ ശറഫുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വർഗത്തിലെ ഈ പളുങ്കു പോലെയുള്ള റൂമുകൾ വാഗ്ദാനം ചെയ്തത് നോമ്പ് സ്ഥിരമായി കൊണ്ട് വീണ്ടും തുടർത്തിയവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഹത്താ യുഖാലു ഇന്നഹു ലാ യുഫ്തിർ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാതിരുന്നു എന്ന് പറയുന്ന തോതിൽ അത്രയും നോമ്പെടുക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നോമ്പെടുക്കാതിരുന്നിട്ടുമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു റമദാനിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട കർമ്മമല്ല എന്ന് നമ്മൾ ഓർക്കുക. ഓരോ മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാമുൽ ബീദ് 3 ദിവസം നോമ്പ് നോൽക്കാൻ നമ്മളെ കൽപ്പിച്ചു. അതുപോലെ ഓരോ ആഴ്ചയും തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു സ്വർഗത്തിലെ ഒരു വാതിൽ പ്രത്യേകമായി കൊണ്ട് അത് നോമ്പുകാരനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലു അമലി ബിനി ആദമ ലഹു, ഒരു ആദം സന്തതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് അവനുള്ളതാണ്. എന്നാൽ ഇല്ല സൗം, നോമ്പ് അങ്ങനെയല്ല, ആ നോമ്പ് എനിക്കുള്ളതാണ്. അത് ഞാൻ എനിക്കിഷ്ടമുള്ള രൂപത്തിൽ അവന് ഞാൻ അതിന് പ്രതിഫലമായി നൽകും. അതിനൊരു കണക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത്രയും കണക്കില്ലാത്ത രൂപത്തിൽ നോമ്പ് നോൽക്കുന്നവന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നോമ്പ് ഇനിയൊരു തുടർച്ചയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു റമദാൻ ബാക്കിയാക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണവും അതുപോലെ തന്നെ നമുക്ക് ബാക്കിയാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, ആ വീടുകളിൽ നിന്ന് ശൈത്താൻ അകന്നു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം എന്നുള്ളത് ഈ സമയത്ത് ശൈത്താന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീങ്ങാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോയി നല്ല നന്മയുള്ള ഹൃദയമായി മാറാൻ നമുക്ക് ഖുർആൻ പാരായണത്തിലൂടെ, ഖുർആൻ ഓതുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തെ ആ രൂപത്തിലുള്ള ഒരു നല്ലൊരു കൊട്ടാരമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ഈ റമദാൻ കൊണ്ട് അവസാനിക്കരുത്. നോമ്പ് ഒരിക്കലും ഈ റമദാൻ കൊണ്ട് അവസാനിക്കരുത്. നമസ്കാരം ഒരിക്കലും ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ
ഫർദായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ 5 നേരത്തെ നമസ്കാരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അത് കറക്റ്റ് വക്തിൽ നമസ്കരിക്കുക എന്നുള്ളത് അതൊരു റമദാൻ മാസത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരന്മാരെ, റമദാൻ പോലെയാണ് നമ്മുടെ ബാക്കിയുള്ള മാസമെങ്കിൽ, റമദാൻ പോലെയാണ് ഇനിയുള്ള എല്ലാ ദിവസവുമെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണപ്പെട്ട് ആ ഒരു നിമിഷം മുതൽ, മരണപ്പെട്ട് ഖബർ മുതൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈദായിരിക്കും, പെരുന്നാളായിരിക്കും എന്ന് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അമ്മാ ബഅദ്, ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഈ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം നേരത്തെ പറയപ്പെട്ടതുപോലെ മരണം വരെ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ഇസ്തഅമലഹു. ഒരു വ്യക്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു ഉപയോഗിക്കും. സ്വഹാബികൾ ചോദിച്ചു, വകൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹു ഉപയോഗിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത്തരമൊരു അവസരം കിട്ടണമെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നന്മകൾ ചെയ്യുന്ന ആളുകളായി മാറിയാൽ പോരാ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നന്മ ആഗ്രഹിക്കുകയും നന്മ ചെയ്യുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമാണ് അത്തരമൊരു ഖൈർ അള്ളാഹു നമ്മളിൽ ഉദ്ദേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റമദാൻ 24-ൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ന് ശേഷം എൻ്റെ അടുത്ത ഒരു ആദർശ സുഹൃത്തിൻ്റെ മരണം കേൾക്കാനിടയായി. അദ്ദേഹം രാത്രി തറാവീഹ് നമസ്കാരത്തിന് ശേഷം പോലും കണ്ട് സംസാരിച്ചതാണ്. പക്ഷേ അന്ന് രാത്രി അദ്ദേഹം പോയി തറാവീഹ് നമസ്കാരം ശേഷം അദ്ദേഹം കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കർമ്മം നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു കർമ്മം ഉണ്ടാകണമെങ്കിൽ സ്ഥിരമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. സ്ഥിരമായിക്കൊണ്ട് ഒരു പേജെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടുണ്ടാകണം. രാത്രി നമസ്കാരത്തിൽ ഒരു 3 റക്അത്തെങ്കിലും, അത് ഇശാഇന് ശേഷമാണെങ്കിലും നമ്മൾ നമസ്കരിച്ച് കിടന്നുറങ്ങണം. അത്തരത്തിൽ ദിവസവും ചെയ്യാവുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മമായി കൊണ്ട് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാൽ മാസത്തിൽ, നമ്മൾ ശവ്വാൽ മാസത്തിലേക്ക് പ്രവേശിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന തുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും റമദാൻ മാസത്തിന് ശേഷം ശവ്വാലിൽ 6 നോമ്പ് തുടർത്തിയാൽ കാന കസിയാമിദ് ദഹർ, അവനൊരു വർഷം നോമ്പ് നോറ്റത് പോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം, ഓരോ അമലിനും അതിന് 10 ഇരട്ടി പ്രതിഫലമാണ്. എങ്കിൽ ഒരു മാസത്തെ നമ്മുടെ നോമ്പ് അത് 10 മാസം നോമ്പ് നോറ്റതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 ദിവസം കൂടി ഈ ശവ്വാലിൽ നമ്മൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് 2 മാസം കൂടി അത് പകരമാകും. അങ്ങനെ ഒരു വർഷത്തെ കൂലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വഹി മുഖേന നമുക്ക് ഓഫറായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളും ആ ഒരു 6 ദിവസത്തെ നോമ്പ് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ചില ആളുകൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ആ ഒരു 6 നോമ്പ് നമുക്ക് ശവ്വാലിന് ശേഷം നോമ്പ് നോറ്റു കൂടാ? അവർക്കുള്ള മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാലിലാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. അത് ശവ്വാലിൽ തന്നെ നോക്കണം. അതിന് ധാരാളം ഹിക്മത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് കൊണ്ടാണ് അത്തരം രൂപത്തിൽ നമ്മളോട് കൽപ്പിച്ചത്. പണ്ഡിതന്മാർ ചില ഹിക്മത്തുകൾ പറയുന്നുണ്ട്. ശവ്വാലിലെ നോമ്പ് അത് ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് പോലെ, ഫർളായിട്ടുള്ള നോമ്പിന് ശേഷമുള്ള സുന്നത്താണ്. അത് ഫർള് നമസ്കാരത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലെ നമ്മുടെ നിർബന്ധമായിട്ടുള്ള റമദാനിന്റെ നോമ്പിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു നോമ്പ് കൊണ്ട്, ശവ്വാൽ മാസത്തിലെ നോമ്പ് കൊണ്ട് സാധിക്കുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശവ്വാലിലെ ഈ ഒരു 6 നോമ്പ് തീർച്ചയായിക്കൊണ്ടും നമ്മൾ നോൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കുടുംബ അതിഥികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഇനിയും റമദാന് പോലെ തന്നെ ബാക്കിയുള്ള മാസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും, മരണപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ദാസനായിക്കൊണ്ട് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു വയാ ഫൗസൽ മുസ്തഗ്ഫിരീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين يا رب العالمين. أقم الصلاة.